ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാപുരസ്കാരം പ്രശസ്ത പഞ്ചവാദ്യം തിമില കലാകാരൻ പെരിങ്ങോട് ചന്ദ്രൻ ഏറ്റുവാങ്ങി. പഞ്ചവാദ്യ കലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. 8 വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂരിൽ നിന്ന് ഉൾപ്പെടെ ജാതിയുടെ പേരിൽ ഈ കലാകാരനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പഞ്ചവാദ്യത്തിന് പേരുകേട്ട പട്ടാമ്പിക്കടുത്തുള്ള പെരിങ്ങോട് ഗ്രാമത്തിൽ നിന്ന് വളർന്ന് കേരളം അറിയപ്പെടുന്ന കലാകാരനായി പെരിങ്ങോട് ചന്ദ്രൻ മാറിയതിനു പിന്നിൽ പോരാട്ടത്തിന്റെ കഥ കൂടിയുണ്ട്. 4 പതിറ്റാണ്ട് നീളുന്ന ചന്ദ്രന്റെ കലാജീവിതത്തിൽ ഏറെയും മറക്കാൻ കഴിയാത്ത വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. 60ഓളം ക്ഷേത്രവേദികളിൽ നിന്ന് ജാതിയുടെ പേര് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടുണ്ട് ഈ കലാകാരനെ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം പെരിങ്ങോട് ചന്ദ്രനാണ്. 55,550 രൂപയും 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും അടങ്ങുന്നതാണ് പുരസ്കാരം. വളരെയധികം സന്തോഷം ഒപ്പം അഭിമാനമുണ്ട്. എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാരുടെ നല്ല മനസ്സും എൻ്റെ അച്ഛൻ്റെയും അതുപോലെ നല്ല കലാസ്വാദകരുടെ നല്ല ഒരു വലിയ മനസ്സാണ് ഗുരുവായൂരപ്പൻ എനിക്ക് തന്നിരിക്കുന്നത്. ഒട്ടനവധി പല മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഇറക്കി വിടുകയുണ്ടായി. 60ഓളം വേദികളിൽ നിന്ന് ക്ഷേത്ര നടപ്പരയിൽ നിന്നും ഇറക്കി വിട്ടു. അതിലേക്ക് ഒരു പ്രതികാരം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അത് നീ ഇവിടേക്ക് വാന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല നടപടി കൂടെ തന്നൊരു വലിയ ഒരു പുരസ്കാരം തന്നെയാണ്. അവാർഡ് ദാനവേദിയിൽ മറുപടി പ്രസംഗം നടത്തിയ ശേഷം ചന്ദ്രൻ വിതുമ്പി. ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് കൊടിമരച്ചുവട്ടിൽ എല്ലാ കലാകാരന്മാർക്കും വാദ്യം അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടാവുന്ന കാലം വരട്ടെ എന്ന ആഗ്രഹം പങ്കുവച്ചാണ് ചന്ദ്രൻ പ്രസംഗം അവസാനിപ്പിച്ചത്. വാദ്യസേവ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് ഞാൻ പ്രാർത്ഥിക്കുക. നിലവിൽ കലാമണ്ഡലം വിസിറ്റിംഗ് പ്രൊഫസറായ ചന്ദ്രന് 2020-21 കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല അവാർഡ്, 2003 അംബേദ്കർ അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.